നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ 3 മാസം കൊണ്ട് ഭരിച്ചു തുലച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഭരണസമിതിയെക്കുറിച്ച് ഒരു പുതിയ ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. കോർപ്പറേഷൻ ഭരണസമിതിയിൽ ഇപ്പോൾ 2 മേയർ ഉണ്ടത്രേ. ഒരു സെലക്ടഡ് മേയറും മറ്റൊരു സൂപ്പർ മേയറും. നിലവിൽ നിങ്ങൾ കാണുന്ന മേയർ വി രാജേഷ് വെറും ബനാനയാണത്രേ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പഴം എന്ന് ഞാനല്ല, കൗൺസിൽ അംഗങ്ങളാണ് പറയുന്നത്. ഈ കൗൺസിലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. മേയറാണ് കൗൺസിലിനെ നിയന്ത്രിക്കുന്ന വ്യക്തി. അതിനുശേഷം ഡെപ്യൂട്ടി മേയർ, മേയറെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റാണ് ഡെപ്യൂട്ടി മേയർ എന്നുള്ളത്. ഡെപ്യൂട്ടി മേയർക്ക് ശേഷം ഈ പാർലമെന്റ്, അതായത് ഈ കൗൺസിലിന്റെ ഒരു പാർലമെന്ററി പാർട്ടി ലീഡർ ഉണ്ടാകും. 3-ാം സ്ഥാനത്തായിട്ട് വരുന്നത് പാപ്പനംകോട് സജിയാണ്. ഇതിനുശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇവരാണ് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടവരും, അല്ലെങ്കിൽ അവരാണ് എതിർ കൗൺസിലർമാർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ ഇവർക്കൊന്നും ഒരു റോളില്ല. നമ്മുടെ ബനാന മേയർക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കോ പാർലമെന്ററി പാർട്ടി ലീഡർക്കല്ല ഒരു സൂപ്പർ മേയർ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പദവിയൊന്നുമില്ല. ഗിരികുമാർ എന്ന പേര്, ഗിരികുമാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ ആശ്രമം അടിച്ചു തകർത്ത, അതായത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതിയായിട്ടുള്ള ഗിരികുമാർ ഉണ്ടല്ലോ, ആ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇപ്പോൾ സൂപ്പർ മേയറായി മാറിയിരിക്കുന്നത്. എന്തിലും ഏതിനും സൂപ്പർ മേയർ ചമഞ്ഞുകൊണ്ട് മേയർ വി രാജേഷ് എന്ന് പറഞ്ഞാൽ വെറും പടമായിട്ട് അവിടെ ഇരിക്കുകയും കൗൺസിൽ അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഈ കൗൺസിലിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്ന രീതിയിലേക്ക് എത്തുകയാണ്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കൗൺസിൽ അംഗവും ചെല്ലമംഗലം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള അരുൺ വട്ടവിള പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു സംശയം, ഈ കോർപ്പറേഷന്റെ മേയർ അങ്ങനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോർപ്പറേഷന്റെ മേയർ വി രാജേഷ് ആണ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ് എന്നാണ് എൻ്റെ ധാരണ. ഈ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ബഹുമാനപ്പെട്ട മേയർക്കാണ്. അപ്പൊ അതിന് കൃത്യമായ മറുപടി തരേണ്ട ഉത്തരവാദിത്തം മേയർക്കുണ്ട്. ഇവിടെ അംഗങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയില്ല എന്ന് എല്ലാ അംഗങ്ങളും ഒരേ കണക്ക് പറയുകയാണ്. എല്ലാ സ്ഥലത്തും അംഗങ്ങൾക്ക് എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തു എന്ന് ഒരു കൗൺസിലറായ ഗിരികുമാർ, ആ കൗൺസിലർ എവിടെ നിന്നാണ് അങ്ങനെ ഒരു അറിവ് കിട്ടി? എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയില്ല. എല്ലാവർക്കും ഈ അറിയിപ്പ് കൊടുത്തു എന്ന്, എല്ലാ ചെയർമാൻമാരുടെയും എല്ലാ വകുപ്പിൽ നിന്നും അറിയിപ്പ് കൊടുത്തു ഗിരികുമാർ എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഇതിനൊന്നും മറുപടി പറയാൻ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അറിഞ്ഞൂടെ? ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഡെപ്യൂട്ടി മേയറാണ്, മറുപടി പറയുന്നത് മറ്റുള്ളവരാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറുപടി പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നമില്ല, അവർ മറുപടി പറയാം. പക്ഷെ ഈ സഭയ്ക്കകത്ത് മേയറുടെ എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ മേയറായിട്ട് ഇനി മനസ്സിൽ അവർ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റമില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ കണ്ടു പറയണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. കേട്ടല്ലോ, പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ മേയർ എന്നാൽ വെറും ബനാനയാണെന്നുള്ള ആക്ഷേപം ഉയർന്നതായിട്ട് തുടക്കത്തിലേ പറഞ്ഞത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മാത്രമല്ല ഭരണപക്ഷത്തുള്ളവർക്കും വലിയ ആക്ഷേപമുണ്ട്. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് മുറി അനുവദിക്കുന്നത് വരെ മേയറിന് ഒരു റോളും ഇല്ല. എന്ത് കാര്യവും കൗൺസിലിലോ പുറത്തോ നടക്കണമെന്നുണ്ടെങ്കിൽ ഗിരികുമാർ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. മേയർ വി രാജേഷിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല, പടമായിട്ട് അകത്തിരിക്കുന്നു, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൂപ്പർ മേയർ ആണെന്നുള്ള ആക്ഷേപം ഭരണപക്ഷത്തുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുറി അനുവദിക്കുന്നതിൽ തുടങ്ങി സകല കാര്യങ്ങൾക്കും കാറ് വരെ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ മേയറെ കണ്ടിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ കണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരു ചുക്ക് സംഭവിക്കില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോയി രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് പറയണ്ട എന്ന രീതിയിൽ പാർട്ടി നേതാക്കന്മാരെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സൂപ്പർ മേയർ കളിക്കുകയാണ് ഗിരികുമാർ. എന്തായാലും ഗിരികുമാറിന്റെ ഈ പ്രവർത്തനത്തിൽ ഭരണപക്ഷത്തുള്ളവർ തന്നെ അസംതൃപ്തരാണ്. അതായത് ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ ആശാനാഥ്, അതിനെക്കുറിച്ച് പറയേണ്ട, വെറും മടലായ അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല, എഴുതി കൊടുക്കുന്നത് വായിക്കാൻ വേണ്ടി ഒരു പാവയാക്കി ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഈ കൗൺസിലിൽ തന്നെ ഓരോരുത്തർക്ക് ഇരിക്കാൻ ഒരു സീറ്റിംഗ് ക്രമമുണ്ട്. സാധാരണഗതിയിൽ മുൻപിൽ ഡെപ്യൂട്ടി മേയർ ഇരിക്കാറുണ്ട്, പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇരിക്കാറുണ്ട്, പാർലമെന്ററി പാർട്ടി ലീഡർ ഇരിക്കാറുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാത്ത ഈ ഗിരികുമാർ നേരെ ഡെപ്യൂട്ടി മേയറുടെ തൊട്ടടുത്ത് ഒരു കസേരയിട്ട് മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇങ്ങനെ 2 മേയർമാർ ഒരേ സമയം കോർപ്പറേഷനകത്ത് ഭരണം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സകല പ്രവർത്തനങ്ങളും താളം തെറ്റുന്നത്. മേയർ വി രാജേഷ് പറയുന്നത് തൽക്കാലം ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഗിരികുമാറും മേയറും തമ്മിലുള്ള വലിയ അടുപ്പവും കൊടുക്കുന്ന നിർദ്ദേശങ്ങളും രണ്ടും 2 വഴിക്ക് പോകുന്നതാണ് ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റിയത്. ക്യാമറകൾ വിളിച്ചുകൂട്ടി അതിന്റെ മുന്നിൽ പെർഫോമൻസ് നടത്തുന്നതിനപ്പുറം 2 പേരും ചുക്കിനും ചുണ്ണാമ്പിനും കൊണ്ടാത്തവരാണെന്ന് BJP കൗൺസിലർമാർക്കിടയിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. കാര്യം
അധികാരം കിട്ടി 3-ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ നഗരത്തിൽ ഒരു ചുക്ക് സംഭവിക്കുന്നില്ല. നേരത്തെ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. അവർ ചെയ്തതിനപ്പുറം ബ്ലൂ പ്രിന്റ് ഇറക്കി പുതിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചവർ എന്ത് ചുക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും കാണാനില്ല. ഇപ്പോ മൊത്തം കച്ചവടമാണ്. മാക്സിമം CSR ഫണ്ടുകൾ ഒപ്പിച്ചെടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടി നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഫണ്ടുകൾ വകമാറ്റി ചെലവാക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ, അതായത് പല റോഡുകളും നേരത്തെ ടെൻഡർ നടപടികളൊക്കെ ഉണ്ടല്ലോ, ഇവരെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് ടെൻഡർ, പണം വാങ്ങിച്ച് ഒരാളെ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കുള്ള വിഹിതം കൊണ്ടുപോവാ, എവിടെയെങ്കിലും പോയി ടാർ ചെയ്യുന്ന രീതിയിൽ പല പ്രോജക്റ്റുകളും നേരത്തെ ടെൻഡർ ആയിരുന്ന നടപടികൾ അതിനെ വകമാറ്റി ഈ മേയറും സൂപ്പർ മേയറും കൂടി ചെലവഴിക്കുന്നു എന്നുള്ള ആക്ഷേപം കൂടി ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കേവലം 3 മാസത്തിനകത്ത് നടന്ന കൊടിയ അഴിമതികളുടെ വലിയ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വലിയ വെട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതകൾ ഈ മേയറും സൂപ്പർ മേയറും തമ്മിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ തന്നെയാണെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.